നന്ദികേട് കാട്ടി അപമാനിച്ച് യാത്രയാക്കിയ ആളിൻ്റെ പേരാണ് വി.കെ. ഇബ്രാഹിം കുഞ്ഞ്. വി.കെ. ഇബ്രാഹിം കുഞ്ഞിനെ ഏറ്റവും വിശ്വസ്തനായി എല്ലാ പാർട്ടിക്കാർക്കിടയിലും സ്വീകാര്യനായ ഒരു സമവായത്തിൻ്റെ ആളായി വലിയ ആകാരസൗഷ്ട്യമോ അഹങ്കാരമോ ആക്രോശിക്കുന്ന വാക്കുകളോ ഇല്ലാതെ വളരെ നിശബ്ദമായി ഒരുപാട് മനുഷ്യർക്ക് ഉപകാരം ചെയ്തിട്ടുള്ള, രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള, തൻ്റെ മണ്ഡലത്തിലെ വിവിധ ജാതി മത വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു വി.കെ. ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ്. മലബാറിൻ്റെ അകലത്ത് നിന്ന് മാറി ഇങ്ങ് മധ്യ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ മലബാറിൻ്റെ സവിശേഷമായ ലീഗ് സൗഹൃദ നിലപാടുകളൊന്നുമില്ലാതിരുന്നിടത്ത് വന്നാണ് വി.കെ. ഇബ്രാഹിം കുഞ്ഞ് എന്ന രാഷ്ട്രീയക്കാരൻ പ്രവർത്തിച്ചതും മുന്നോട്ട് പോയതും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, എല്ലാ മത സാമൂഹിക സംഘടനകൾക്കും, ക്രിസ്ത്യൻ വിഭാഗത്തിനും മറ്റ് ഹിന്ദു വിഭാഗങ്ങൾക്കും ഒക്കെ സ്വീകാര്യനായ ഒരാളായിരുന്നു. പക്ഷേ ഒരു പാലത്തിൻ്റെ ഒരു തരിമ്പ് കിട്ടിയപ്പോൾ ഇതുപോലെയുള്ള നിരവധി പാലങ്ങൾ ഇന്ന് കാണുന്ന ഊരാലുങ്കൽ സൊസൈറ്റി അടക്കമുള്ള സൊസൈറ്റികളിലൂടെ നിർമ്മിക്കുന്നതിന് ഈ പറഞ്ഞ ആദ്യ കാലഘട്ടത്തിലൊക്കെ അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ച് ഒരുപക്ഷെ നിശബ്ദമായ തൻ്റെ ശൈലി കൊണ്ട് ഒരുപാട് മനുഷ്യരെ സഹായിച്ചിട്ടുള്ള ആ മനുഷ്യനെ വലിച്ചു കീറി ഭിത്തിയിൽ പറ്റിക്കുകയായിരുന്നു. എല്ലാ അഴിമതികളുടെയും ഒരു കൂത്തരങ്ങാക്കിയുള്ള മനുഷ്യനാക്കി അദ്ദേഹത്തെ മാറ്റുകയാണ് ചെയ്തത്. തുടർച്ചയായി അദ്ദേഹം ഒരുപക്ഷെ പിന്നീട് അസുഖം വന്ന് ശരീരം വേദനിച്ചതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. കാരണം സൗഹൃദത്തിൻ്റെ കൈപിടിച്ച, സൗഹൃദത്തിലൂടെ സ്നേഹമുണ്ടാകുമെന്ന് വിശ്വസിച്ച ഒരുപാട് മനുഷ്യരാണ് അദ്ദേഹത്തെ തറയിലിട്ട് ചവിട്ടി തേച്ചത്. ദേ ഇന്ന് കളമശ്ശേരി ആ മകനിലൂടെ അതിന് പ്രതികാരം ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ, ഇന്നിത് കാണുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിനൊരു സന്തോഷമുണ്ടാകുമായിരുന്നു. അബ്ദുൽ ഗഫൂർ എന്ന ചെറുപ്പക്കാരൻ രണ്ടാം ഊഴത്തിൽ 16,000 വോട്ടുകൾക്കാണ് വ്യവസായ മന്ത്രി പി. രാജീവ് എന്ന കരുത്തനെ കളമശ്ശേരിയിൽ പരാജയപ്പെടുത്തിയത്. ആ പരാജയത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നന്ദികേടിനും തിരിച്ചറിയാതെ പോയതിനുമുള്ള ഒരു പ്രായശ്ചിത്തത്തിൻ്റെ സന്ദേശം കൂടിയുണ്ട്. എല്ലാ മനുഷ്യരും ജാതിമത ഭേദമന്യേ ഒരുമിച്ച് വോട്ട് ചെയ്തു. ചിലരൊക്കെ കരുതിയത് അബ്ദുൽ ഗഫൂറിന് വോട്ട് ചെയ്യാൻ ചില വിഭാഗങ്ങൾക്കൊക്കെ വല്ലാണ്ട് ചതുർത്ഥിയാവും. ആ ചതുർത്ഥിയുടെ ഗുണമനുഭവിക്കാൻ ആവുന്നത്ര ശൈലികളിലും മറ്റു പല കാര്യങ്ങളിലും ചില കാര്യങ്ങളിലും ഒക്കെ മൗനമായും ചേർന്ന് നിന്നും കൂടെ നിൽക്കുന്നവനെ കണ്ടിച്ചും അനീതിക്ക് കൂട്ടുനിന്നും ഒക്കെ എന്തെല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടും അതെല്ലാം വൃഥാവിലായെന്ന് മാത്രമല്ല, ജനങ്ങൾ ആഞ്ഞടിച്ചതിൻ്റെ ബലം കൂടിയാണ് അബ്ദുൽ ഗഫൂറിൻ്റെ ഈ ഉജ്ജ്വലമായ വിജയം. ആ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിനോടുള്ള സ്നേഹവും ഇഷ്ടവും രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടിയാണ്. പല ആളുകളും അബ്ദുൽ ഗഫൂർ എന്ന ചെറുപ്പക്കാരനെ എഴുതി തള്ളിയപ്പോൾ ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് ഇത്തരമൊരു സാഹചര്യത്തിൽ വിജയിച്ചു വരാൻ ആവശ്യമായ രീതിയിലുള്ള പ്രചാരവേലകൾ നടത്തി എല്ലാ മനുഷ്യരും ഒപ്പം നിന്നു എന്ന് മാത്രമല്ല, ഒടുവിൽ വി.കെ. ഇബ്രാഹിം കുഞ്ഞെന്ന മനുഷ്യൻ യാത്രയാവുമ്പോൾ മത്സരിച്ച് അനുശോചനങ്ങൾ ഇറക്കി അന്ന് ചവിട്ടിക്കൂട്ടിയവരെല്ലാം കൂടി ആ മയ്യത്തിനെ വാനോളം ഉയർത്തി അന്തരീക്ഷത്തിൽ നിർത്തുന്നതും കേരളം കാണേണ്ടി വന്നിരുന്നു. അതിൻ്റെ എല്ലാം പ്രായശ്ചിത്തം കൂടിയാണ് ഈ പറഞ്ഞ തിളങ്ങുന്ന വിജയം സമ്മാനിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ നിയമസഭയിലേക്ക് പോകുന്നത്. ശ്രദ്ധേയമായ മണ്ഡലമാണ്. ഒരുപാട് മനുഷ്യരുടെ വളരെ സെൻസിറ്റീവായ മേഖലകൾ അടങ്ങുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കുന്ന മണ്ഡലമാണ്. മണ്ഡലത്തിൻ്റെ ജനഹൃദയങ്ങളുടെ സ്പന്ദനങ്ങൾ വായിച്ച് ജാടയില്ലാതെ, താരപരിവേഷമില്ലാതെ, ആഗോള വിജ്ഞാന വിസ്ഫോടന പ്രഖ്യാപനങ്ങളില്ലാതെ സാധാരണക്കാരനെ പോലെ ഒപ്പം നടന്നാൽ വി.കെ. ഇബ്രാഹിം കുഞ്ഞെന്ന തൻ്റെ പിതാവിൽ നിന്ന് പഠിച്ച പാഠങ്ങളും ശൈലിയും ഉപയോഗപ്പെടുത്തിയാൽ ഒരുപക്ഷെ ദീർഘനാൾ ജനപ്രതിനിധിയായി അദ്ദേഹത്തിന് തുടരാൻ കഴിയും എന്നതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ.